ശലഭം പാർട്ട് 36. നീലി എപ്പോഴോ കണ്ണു തുറന്ന് ചുറ്റും നോക്കുമ്പോൾ ഒരു ഹോസ്പിറ്റൽ മുറിയാണ് അതെന്ന് അവൾക്ക് മനസ്സിലായി. അപ്പോഴാണ് ചുറ്റും നിൽക്കുന്ന കുടുംബത്തെ അവൾ കാണുന്നത്. മുത്തശ്ശനും മുത്തശ്ശിയും ബാമയും ശ്രീയുടെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവൾ തിരഞ്ഞ ആ വ്യക്തി ആ കൂട്ടത്തിൽ ഇല്ല എന്ന് കണ്ടതും അവൾ പെട്ടെന്ന് ടെൻഷനോടെ ചാടി എണീറ്റു. ശ്രീയേട്ടൻ എവിടെ? ആദ്യം ചെറിയ ശബ്ദം വന്ന് പതിയെ അവൾ അത് ഉച്ചരിച്ചതും അവളുടെ ചുറ്റുമുള്ളവരെല്ലാവരും സന്തോഷത്തോടെ പരസ്പരം നോക്കി. നീലി, സൗണ്ട് കിട്ടിയിടി. പെട്ടെന്ന് ഭാമ വന്ന് അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. നീലി എന്നാൽ ടെൻഷനിലായിരുന്നു. ശ്രീയേട്ടൻ എവിടെ? ഇവിടെയുണ്ട് നിന്റെ ശ്രീയേട്ടൻ, ഡോക്ടറിനോട് സംസാരിക്കാൻ പോയതാണ്. ഭാമയായിരുന്നു അത് പറഞ്ഞത്. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല, സത്യം പറ, അവൾ ഭയത്തോടെ ചോദിച്ചു. മോളെ, ശ്രീമോനൊന്നും സംഭവിച്ചിട്ടില്ല, മോള് ഭയപ്പെടാതെ, മുത്തശ്ശി അവളെ സമാധാനപ്പെടുത്തി. അതെ, ശ്രീകാന്ത് അവിടെ ഉണ്ട് മോളെ, ശ്രീയുടെ അമ്മ അത് പറഞ്ഞിട്ടു. സംഭവമെല്ലാം ഞങ്ങൾ അറിഞ്ഞു നീലി. ശ്രീകാന്ത് ഏട്ടൻ അവിടെ ഉണ്ട്, ഒന്നും സംഭവിച്ചിട്ടില്ല. എവിടെ? ഞാൻ ഇവിടെ ഉണ്ട് നീലി. അപ്പോഴാണ് അങ്ങോട്ട് ശ്രീകാന്ത് കടന്നു വരുന്നേ. അവനെ കണ്ടതും അവൾ സന്തോഷത്തോടെ അവനെ നോക്കി. ഞാൻ പേടിച്ചു പോയി, അവൾ ആശ്വാസത്തോടെ പറഞ്ഞു. ഞാനും ഒരുപാട് പേടിച്ചു പോയി നീലി. നിന്റെ ശബ്ദം കേട്ട് നീ ബോധം കെട്ട് വീണപ്പോ. അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അവൻ പറഞ്ഞു. ഇവരുടെ സംസാരം കേട്ടതും എല്ലാവരും പതിയെ പുറത്തേക്കിറങ്ങി. നീലി സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിച്ചു. ആ വണ്ടി നമ്മുടെ കാറിലൂടെ കയറി ഇറങ്ങിയത് ഞാൻ കണ്ടപ്പോൾ ഞാനാകെ തളർന്നു പോയി. അവനെ കെട്ടിപ്പിടിച്ചിരുന്നു കൊണ്ട് തന്നെ അവൾ പറഞ്ഞു. എന്തിനാ നീലി നീ പേടിക്കുന്നേ? എനിക്ക് പെട്ടെന്ന് വൊമിറ്റിങ്ങിന് വന്നപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്നും ഇറങ്ങിയ ശേഷമാണ് സംഭവം. നമ്മുടെ കാറ് നശിച്ചുവെങ്കിലും നിനക്ക് ശബ്ദം തിരിച്ചു കിട്ടി നീലി. അവളുടെ മുഖം അവൻ്റെ കയ്യിലേക്ക് എടുത്തുകൊണ്ട് അവൻ സന്തോഷത്തോടെ പറഞ്ഞതും എനിക്കിപ്പോൾ സംസാരിക്കാൻ കഴിയുന്നുണ്ട് ശ്രീയേട്ടാ. ആ പേടിയിൽ ശ്രീയേട്ടനെ ഞാൻ വിളിച്ചലറി. പക്ഷേ ഞാൻ ആകെ ക്ഷീണിച്ച് വീയാൻ പോകുന്ന പോലെയായി. പക്ഷേ എനിക്കിപ്പോൾ സംസാരിക്കാൻ കഴിയുന്നുണ്ട്, നീലി തന്നെ അത്ഭുതത്തോടെ പറഞ്ഞു. നിന്റെ ശബ്ദത്തിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട് നീലി. അവളുടെ കയ്യിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും ശ്രീയേട്ടാ, ഏട്ടൻ എങ്ങനെയുണ്ട്? എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിൻ്റെ പേരും പറഞ്ഞ് ഗുളിക ഒന്നും കുടിച്ചു കാണില്ല അല്ലേ? അവനെ ഒന്ന് ഗൗരവത്തിൽ നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. ഹേയ്, ഞാൻ എൻ്റെ പെണ്ണിന് ശബ്ദം കിട്ടിയ സന്തോഷത്തിൽ മരുന്നെല്ലാം കഴിച്ചു. സത്യമാണോ? അതെ. അത് കേട്ടതും അവൾ സന്തോഷത്തോടെ അവനെ നോക്കി. ആ കാർ ഇടിച്ചത് ആരാ? നീ ഇപ്പം അതൊന്നും ആലോചിക്കേണ്ട. ആ വണ്ടിക്ക് ബ്രേക്ക് ഇല്ലായിരുന്നു, അതുകൊണ്ട് വന്നു കുത്തി, അത്രേ ഉള്ളൂ. ഓ, അതായിരുന്നു. പക്ഷേ എനിക്ക് ശരിക്കും അറിഞ്ഞുകൊണ്ട് വരുന്ന പോലെയാ തോന്നിയത്, നീലി ഒന്ന് ആലോചിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഡോക്ടറെ കണ്ടിട്ട് വരുവാ. കുറച്ച് ഗുളിക നിനക്കും കഴിക്കാനുണ്ട്, ഇനി നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. അത് കേട്ടതും അവൾ പുഞ്ചിരിയോടെ അവൻ്റെ തോളിൽ തലവെച്ച് കിടന്നു. പുറത്തു നിന്നും അകത്തേക്ക് പാളി നോക്കുന്ന ഭാമ ഇത് കണ്ടതും ഒരു കള്ളച്ചിരിയോടെ തിരിയുമ്പോൾ മുമ്പിൽ കയ്യം കെട്ടി സഞ്ജു നിൽപ്പുണ്ട്. അവനെ കണ്ടതും ഒരു വളിച്ച ചിരി ചിരിച്ചുകൊണ്ട് അവരെ ഒന്ന് നോക്കി. നിന്റെ സീമ്പിടുത്തം കഴിഞ്ഞോ? അവൻ ഗൗരവത്തിൽ തന്നെ പറഞ്ഞു. അത് കേട്ട് ഭാമ ഒന്ന് പുച്ഛിച്ചു വിട്ടു. വല്ലാതെ പുച്ഛമൊന്നും വേണ്ട, നിന്നെ കെട്ടാൻ പോകുന്ന ചെക്കനാണ് ഞാൻ. കെട്ടാൻ പോകുന്നതല്ലേ, കെട്ടിയിട്ടില്ലല്ലോ, ബാക്കി അപ്പം സംസാരിക്കാം. അതും പറഞ്ഞ് ഭാമ അവിടെ നിന്നും വീട്ടുകാരുടെ അടുത്തേക്ക് നടന്നു. സംസാരിക്കാൻ വന്ന ഞാനിപ്പോൾ ആരായി? ഇതൊരു നടക്ക് പോകില്ല. സഞ്ജു അതും പറഞ്ഞുകൊണ്ട് ഒരു ദീർഘശ്വാസം എടുത്ത് അവൻ പോയി. ഭാമയാണെങ്കിൽ ഒരു കള്ളച്ചിരിയോടെ തന്നെ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് നടന്നു. നീലിയും ശ്രീകാന്തും വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാവരും പുറത്തിരിപ്പുണ്ട്. അവരെ കണ്ടതും നീലി ചേച്ചി, ശബ്ദം കിട്ടിയോ? എന്നെ വിളിച്ചേ, ഞാൻ കേൾക്കട്ടെ. നീലിയെ കണ്ട ഉടനെ അമ്മു പറഞ്ഞു. നീലി ഒരു പുഞ്ചിരിയോടെ അമ്മു, അപ്പു. അവൾ ഒരു പുഞ്ചിരിയോടെ രണ്ടുപേരെയും നോക്കി ഒന്ന് വിളിച്ചതും ഹൗ ബ്യൂട്ടിഫുൾ. ഓ പിന്നെ എന്ത് ബ്യൂട്ടിഫുൾ. ഒരു ശബ്ദം കിട്ടിയപ്പോഴേക്ക് എന്തൊക്കെ കാണണം ദേവി. പിന്നെ ശബ്ദം കിട്ടിയത് ഇവൾക്കല്ലേ, ഇത് ഉപയോഗിക്കാനും ആദ്യം പഠിക്കേണ്ടി വരും. പുച്ഛത്തോടെ ചെറിയമ്മ പറഞ്ഞതും നീലി ശ്രീകാന്തിനെ നോക്കി. അവൻ കണ്ണടച്ച് കാണിച്ചുകൊണ്ട് കണ്ണുകൊണ്ട് എന്തോ പറയാൻ വേണ്ടി പറഞ്ഞതും
എന്തായാലും മറ്റുള്ളവരെ ദ്രോഹിക്കാനുള്ള ഒരു ആയുധമായി ഞാനിത് പ്രയോഗിക്കില്ല. ആവശ്യമുള്ള സമയത്ത് ഞാനിത് നന്നായി പ്രയോഗിക്കുകയും ചെയ്യും. നീലി അത് പറഞ്ഞതും എല്ലാവരും ഞെട്ടി അവളെ നോക്കുന്നുണ്ട്. നീലിയുടെ സംസാരം കേട്ട് ചെറിയമ്മ അവളെ ദേഷ്യത്തിൽ നോക്കി. ഇത് കലക്കി. ഇനി ശബ്ദം കിട്ടിയ സ്ഥിതിക്ക് പലതിനും മറുപടി നൽകാൻ ഒരുപാട് ടൈം മുമ്പിൽ കിടപ്പുണ്ട്. അമ്മു അവളുടെ കയ്യിൽ പിടിച്ച് തൂങ്ങിക്കൊണ്ട് പറഞ്ഞതും നീലി ഒരു പുഞ്ചിരിയോടെ നിന്നു. മോള് പോയി റെസ്റ്റ് എടുക്ക്. ശ്രീയുടെ അമ്മ അത് പറഞ്ഞതും ചെറിയമ്മ തീഷ്ണത്തിൽ അവരെ ഒന്ന് നോക്കി അവിടെ നിന്നും പോയി. നീലി ശ്രീകാന്തിനെ ഒന്ന് നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി. അവരുടെ മുറിയിലെത്തിയതും നീലി സങ്കടത്തോടെ, എനിക്കെന്തോ ഒരു സങ്കടം. അങ്ങനെ പറഞ്ഞപ്പോൾ ചെറിയമ്മ എന്നെ ദേഷ്യത്തിൽ നോക്കിയാണ് അകത്തേക്ക് കയറിപ്പോയത്. എൻ്റെ പൊന്നു നീലി, നിനക്കിവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നീ നല്ല സ്ട്രോങ് ആയി തന്നെ നിൽക്കണം. നീ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറയണം. അവർക്ക് എന്നോടുള്ള ദേഷ്യം മാറാൻ പോകുന്നില്ല. അത് തിരുത്താൻ ഇനി ഞാനായിട്ട് ഇറങ്ങില്ല. നിനക്ക് തെറ്റായി എന്ന് തോന്നിയതെല്ലാം നീ പറയുക തന്നെ വേണം. കേട്ടില്ലേ നീ? ഷോൾഡറിൽ പിടിച്ച് അവളെ അവൻ്റെ നേരെ നിർത്തിക്കൊണ്ട് പറഞ്ഞതും അവളൊരു പുഞ്ചിരിയോടെ തലയാട്ടി. ഇനി നാളെ മുതൽ നമുക്ക് കോളേജിൽ പോയി തുടങ്ങണം. അത് വേണ്ട. ഇത്രയും ദിവസം കോളേജിൽ പോകാതിരുന്ന് മടിച്ചിയായോ? അവളുടെ കവളിലൊന്ന് തട്ടിക്കൊണ്ട് ചോദിച്ചു. അതല്ല, എനിക്കെന്തോ ഇനി കോളേജൊന്നും പോകണ്ട, വീട്ടിലിരുന്നോളാം. എന്താ ഇങ്ങനെ പറയുന്നേ? ഇപ്പോഴത്തെ ഒരു സന്തോഷത്തിൽ അങ്ങനെയെല്ലാം തോന്നും. പക്ഷേ മുന്നോട്ട് എന്താവുമെന്ന് നമുക്കറിയില്ല നീലി. അതുകൊണ്ട് തന്നെ ഡിഗ്രി PG എല്ലാം എടുക്കണം. പഠിക്കാൻ പോകുക തന്നെ വേണം. ഒരു ടൈമിൽ നീ തനിച്ചായി പോയാലും നിനക്ക് നിൻ്റെതായ രീതിയിൽ നിലനിൽക്കാൻ നീ പഠിച്ചേ തീരൂ. അപ്പോൾ നല്ല കുട്ടിയായി കോളേജിൽ പോകണം. കേട്ടില്ലേ? അതല്ല ശ്രീയേട്ടാ, ഏട്ടൻ ഈ വയ്യാത്ത ടൈമിൽ അത് ഓർത്തിട്ട. അതെല്ലാം ഇപ്പോൾ ഓക്കെ ആണ് നീലി. ശ്രീയേട്ടാ പ്ലീസ്, നമുക്ക് സർജറി ചെയ്യാം പ്ലീസ്. പെട്ടെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിറമീയോടെ അവൾ കെഞ്ചി. വേണ്ട നീലി, ഉറപ്പില്ലാത്ത ആ സർജറി ചെയ്ത് ഞാൻ പെട്ടെന്നങ്ങ് പോയാ നീ ഇപ്പോൾ തന്നെ തനിച്ചായി പോകില്ലേ? എനിക്ക് നിന്റെ ജീവിതം സേഫായി നിർത്തണം. എന്നിട്ടേ എന്തുള്ളൂ. എന്താ ശ്രീയേട്ടാ ഇത്? ശ്രീയേട്ടന് എന്നെ തനിച്ചാക്കി പോകുമെന്ന ചിന്ത മാത്രമേ ഉള്ളൂ. എല്ലാം ശരിയായി നമുക്ക് ഹാപ്പിയായി ജീവിക്കണ്ടേ? എന്തിനാ ഈ വാശി കാണിക്കുന്നേ? സങ്കടത്തോടെ അവൻ്റെ മുഖം അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ സങ്കടത്തോടെ അവനോടായി ചോദിച്ചു. അവൻ സങ്കടത്തോടെ അവളെ നോക്കി നിന്നു. ഇപ്പോൾ ആദ്യത്തേക്കാൾ ക്ഷീണവും കൂടി. ഇപ്പോൾ ശ്രീയേട്ടനെ കണ്ടാൽ തന്നെ ഒരു രോഗിയെപ്പോലെ തോന്നി തുടങ്ങി. ബാത്റൂമിലെല്ലാം ശ്രീയേട്ടൻ്റെ എത്രയോ മുടിയാണ് എന്നും ശ്രീയേട്ടൻ കുളിച്ച് കഴിഞ്ഞിറങ്ങുമ്പോൾ കാണാറുള്ളതെന്നറിയോ? വീട്ടിലുള്ളവർക്ക് വരെ സംശയം വേഗാതെ തോന്നി തുടങ്ങും. ഇത്രയും കാലം ആരോടും പറയാതെ കൊണ്ടു നടന്നു. എന്നോട് പോലും ഒന്നും പറയാതെ ഒളിപ്പിച്ചു വെച്ചു. എൻ്റെ ശ്രീയേട്ടാ, എനിക്ക് ശ്രീയേട്ടൻ്റെ കൂടെ ജീവിക്കണം. പ്ലീസ് പ്ലീസ് പ്ലീസ്, നമുക്ക് സർജറി ചെയ്യാം. അത് ചെയ്യാതെ അത് കൊണ്ട് നടന്ന രോഗം കൂടും. പിന്നെ ആരുടെയും കൈ കിട്ടില്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. നിറമീയോടെ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്നല്ലാതെ അവനൊന്നും മിണ്ടിയില്ല. ശ്രീയേട്ടന് എൻ്റെ കൂടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ സർജറിക്ക് സമ്മതിക്കണം. സമ്മതിക്കാം, പക്ഷേ അതിനു മുമ്പ് എനിക്ക് കുറച്ച് ആഗ്രഹമുണ്ട്. അത് കേട്ടതും അവൾ സമാധാനത്തോടെ അവനെ നെഞ്ചിൽ നിന്നും ഉയർന്നുകൊണ്ട് അവനെ നോക്കി. എനിക്ക് നീയും ഞാനുമായ ഒരുപാട് നിമിഷങ്ങൾ വേണം. നമുക്ക് ഒരുപാട് ഇടങ്ങളിലേക്ക് കറങ്ങാൻ പോകണം. ഒരു പിടി നല്ല ഓർമ്മകൾ എനിക്ക് നീ സമ്മാനിക്കണം. അതിനുശേഷം മതി സർജറി. അവൻ പറയുന്നത് കേട്ട് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. പക്ഷേ അപ്പോഴേക്കും ദിവസം ഒരുപാടാകില്ലേ, പ്രശ്നം കൂടും. അവൾ ടെൻഷനോടെ പറഞ്ഞു. അങ്ങനെയൊന്നും സംഭവിക്കില്ല നീലി, പ്ലീസ്. എനിക്കിനി എന്ത് സംഭവിച്ചാലും ഒരു പിടി നല്ല ഓർമ്മകൾ കൂട്ടിന് വേണം നീലി. അവൻ്റെ വാക്കുകൾക്ക് മുമ്പിൽ വേദനയോടെ അവൾ നിന്നു. അമ്മേ, മോളെ, എന്താ മോളെ? ശ്രീയുടെ അമ്മ അത് ചോദിച്ചതും, ഞങ്ങൾ കുറച്ച് ദിവസത്തേക്ക് ഒരു യാത്ര പോകണമെന്ന് വിചാരിക്കുന്നു. നാളെ തന്നെ പുറപ്പെടണം. അടുക്കളയിൽ വന്നുകൊണ്ട് നീലി അത് പറഞ്ഞതും, ഇപ്പൊ സംസാരിക്കാൻ ശബ്ദമെല്ലാം കിട്ടി. അപ്പോയല്ലേ നാവിന് നീളം മനസ്സിലാവുന്നേ. അതുവരെ ഒന്നും മിണ്ടാതെ നടക്കുന്ന ഒരു പൂച്ചക്കുഞ്ഞ്. ആ പൂച്ചക്കുഞ്ഞ് ഇപ്പോ ശബ്ദം കൂടെ ആയപ്പോ നിന്ന് കുരക്കുന്നു. ശരിയമ്മ അവളുടെ സംസാരം കേട്ട് അങ്ങോട്ട് വന്നുകൊണ്ട് പറഞ്ഞു. എന്താ നിന്റെ പ്രശ്നം? എന്തിനാ നീ ഇവളോട് നിന്റെ ദേഷ്യം തീർക്കുന്നത്? നിനക്ക് എന്നെയും എൻ്റെ മക്കളെയും മതിയില്ലേ? എന്തിനാ ഇവളോട് നീ ദേഷ്യം കാണിക്കുന്നേ? ശ്രീയുടെ അമ്മ ദേഷ്യത്തിൽ ചോദിച്ചു.
നീ ഇത്ര പുണ്യാത്മാവൊന്നും ആവണ്ട. നിന്റെ സംസാരം കേട്ടാൻ തോന്നും നിന്റെ ഇത്ര നല്ല വ്യക്തി വേറെ ഇല്ലെന്ന്. സ്വന്തം മോനോട് മിണ്ടിയിട്ട് എത്ര വർഷമായി. അവളാണിപ്പോ ഡയലോഗ് പറയുന്നേ. ചെറിയമ്മ അത് പറഞ്ഞതും ശ്രീയുടെ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. അവരൊന്നും മിണ്ടാതെ തിരിഞ്ഞു നിന്നു. അങ്ങനെ സ്വന്തം മോനോട് മിണ്ടാതെ നിന്നിട്ടുണ്ടെങ്കിൽ പലരുടെയും കൈകൾ പുറകിൽ കാണും. എന്നാലല്ലേ ശ്രീയേട്ടനെ പാടെ തകർക്കാൻ കഴിയുകയുള്ളൂ. അല്പം ദേഷ്യത്തിൽ അമ്മു ആയിരുന്നു അത് പറഞ്ഞത്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വലിയ ആളുകൾ സംസാരിക്കുന്നിടത്ത് നീ തുള്ളാൻ വരണ്ടെന്ന്. അതും പറഞ്ഞ് അവർ അമ്മുവിൻ്റെ ചെവിയിൽ പിടിച്ചതും നീലി അത് കണ്ട് അവരുടെ കൈ അവളുടെ ചെവിയിൽ നിന്നും പിടിച്ചു മാറ്റി. അമ്മു പറഞ്ഞതിൽ എന്താണ് തെറ്റ്? എന്തിനാ ഇവളെ വെറുതെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നത് കൊണ്ടാണോ? സമാധാന രൂപത്തിൽ തന്നെയായിരുന്നു നീലി അത് ചോദിച്ചത്. എന്നാൽ ഡി നിനക്കൊന്ന് ശബ്ദം കിട്ടിയേക്ക്. എന്നോട് മുട്ടാൻ വേണ്ട. എൻ്റെ സ്വഭാവം നീ അറിയും. നിങ്ങളുടെ സ്വഭാവം ഇനി എന്താ അറിയാൻ? അമ്മു ആയിരുന്നു പുച്ഛത്തോടെ അത് പറഞ്ഞത്. നിനക്കിപ്പോൾ സപ്പോർട്ട് ചെയ്യാനുണ്ടെന്ന് വിചാരിച്ച് വെറുതെ ഇവിടെ കിടന്ന് തുള്ളാൻ നിൽക്കണ്ട നീ. ദേഷ്യത്തിൽ അതും പറഞ്ഞ് ചെറിയമ്മ പോയതും. ഇത്രയേ ഉള്ളൂ. ഈ അമ്മയോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ ഒന്നെതിരെ സംസാരിക്കാൻ, എല്ലാം തീരുമെന്ന്. നീലി ചേച്ചി ഒന്ന് സ്ട്രോങ് ആയപ്പോൾ അവർ പോകുന്നത് കണ്ടോ? ഈ അമ്മയാണ് കാര്യങ്ങൾ ഇവിടെ വരെ എത്തിച്ചത്. ആദ്യം തന്നെ അമ്മയൊന്ന് സ്ട്രോങ് ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഇവിടെ ഉണ്ടാവുമായിരുന്നില്ല. അമ്മ അതെല്ലാം പറയുമ്പോഴും അമ്മ ഒന്നും മിണ്ടാതിരിപ്പാണ്. ആ അമ്മയുടെ മുഖത്തുള്ള സങ്കടം നീലി നന്നായി ശ്രദ്ധിച്ചു. അമ്മ എൻ്റെ കൂടെ വാ, എനിക്കൊന്ന് സംസാരിക്കണം. അത് കേട്ടതും ആ അമ്മ അവളുടെ കൂടെ വന്നു. എന്താ മോളെ? അമ്മേ, ശ്രീയേട്ടൻ ഇപ്പോഴും ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ വേദനിക്കുന്നു. കാരണം എന്തെന്നറിയോ? അന്നൊന്ന് താങ്ങി അവനെ സമാധാനിപ്പിക്കാൻ ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും അമ്മയോ അച്ഛനോ ഉണ്ടായിട്ടില്ലെന്ന്. തീർത്തും ഒറ്റപ്പെട്ടു പോയില്ലേ എന്ന് ആ സങ്കടം ഇപ്പോഴുമുണ്ട്. എന്തിനാ ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഒന്നും പറയാതെ ഇങ്ങനെ മാറി നിൽക്കുന്നേ? കാണുന്ന എനിക്ക് എത്ര വേദനിക്കുന്നുണ്ടെന്നറിയോ അമ്മേ? നിങ്ങളൊന്ന് സംസാരിക്കണം. സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ നിങ്ങൾക്കിടയിലുള്ളൂ. അവൻ്റെ ആ തോന്നലുകളെല്ലാം അമ്മ വേണം പറഞ്ഞു തിരുത്താൻ. അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നീലി അത് പറഞ്ഞതും അവർ വേദനയോടെ അവളെ ഒന്ന് നോക്കി. തുടരും. കഥ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.